നെൽകൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് കണ്ണൂർ പട്ടുവത്തെ കെ ബിന്ദു. പാട്ടത്തിനെടുത്ത 50 ഏക്കർ ഭൂമിയിലാണ് ബിന്ദുവിന്റെ നെൽകൃഷി. രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 7 മണി വരെയും ബിന്ദുവിനെ പാടത്ത് കാണാം. കാർഷിക യന്ത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ബിന്ദു ജില്ലയ്ക്ക് അകത്തും പുറത്തും അവയുമായി എത്താറുമുണ്ട്. മനംമയക്കുന്ന പട്ടുവം വയൽ, ചുറ്റും കണ്ണുകുളിർപ്പിക്കുന്ന പച്ചപ്പ്, കാഴ്ചകൾക്ക് പഞ്ഞമില്ല ഇവിടെ. ഈ നാട്ടുപച്ചയ്ക്കിടയിൽ ബിന്ദുവിനെ കാണാം. സ്വന്തമായുള്ള 15 സെന്റ് ഭൂമിയിൽ തുടങ്ങി ഇന്ന് 50 ഏക്കറിൽ പാട്ടത്തിന് നെൽകൃഷി ചെയ്യുന്ന കർഷകയായ ബിന്ദുവിനെ ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി കാർഷിക രംഗത്തുണ്ട് ബിന്ദു. നാട്ടിൽ നെൽകൃഷി കാളെ കിട്ടാതെ വന്നപ്പോൾ പുറമേ നിന്ന് തൊഴിലാളികളെ എത്തിക്കാൻ തീരുമാനിച്ചു. അവർ വരണമെങ്കിൽ പക്ഷേ ഞാർ നടാൻ കൂടുതൽ സ്ഥലം വേണം. അങ്ങനെ 15 സെന്റിലെ കൃഷി 5ഉം 10ഉം 30ഉം ഏക്കറിലേക്ക് വളർന്നു. ഇത്തവണ 50 ഏക്കർ വയൽ പാട്ടത്തിനെടുത്താണ് കൃഷി. അന്യ സംസ്ഥാനക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ച് വിളിച്ചിട്ട് നമ്മളെ അയക്കുമ്പോൾ ഒരു 10 ഏക്കറെങ്കിലും വേണം. പിന്നെ അങ്ങനെ 4 ഏക്കറിൽ തുടങ്ങി. പിന്നെ അങ്ങനെ 10, 15, 20, 25. ഇപ്പോൾ ചെറുതായിട്ട് ഒരു പാടശേഖരം ഫുള്ളായിട്ട് 2 വർഷം ഞാൻ 25 ഏക്കറയും ഞാൻ തന്നെയാണ് ചെയ്യല്. കാർഷിക ഉപകരണങ്ങളെല്ലാം ബിന്ദുവിന് വഴങ്ങും. സ്വന്തം കൃഷിക്ക് പുറമെ കണ്ണൂർ ജില്ലയ്ക്കകത്തും വയനാട്, പാലക്കാട്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലും തന്റെ കാർഷിക യന്ത്രങ്ങൾ ഓടിച്ചെത്തുന്നുണ്ട് ബിന്ദു ഇപ്പോൾ. 2012-13 മികച്ച കർഷക തൊഴിലാളി ചെയ്തു കൊടുക്കുന്നത്. അത് മിഷനറി വെച്ച് ചെയ്യുന്നതിന് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മേടിച്ചു. കൃഷി ലാഭമല്ല എന്ന് പറയുന്നവരോട് ബിന്ദുവിന് ചില അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ഇപ്പൊ 3 ഏക്കർ പാട്ടെടുത്തിട്ടാ. എനിക്ക് ആകെ 15 സെന്റ് സ്ഥലമാണ് ഉള്ളത്. ഈ 15 സെന്റ് സ്ഥലം വാങ്ങാനും എൻ്റെ മക്കളെ പഠിപ്പിച്ചതും 2 എഞ്ചിനീയറിംഗ് ഒരാൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റവന്യൂവിൽ, തളിപ്പറമ്പ് റവന്യൂവിൽ ജോലി ചെയ്യുന്നുണ്ട്. 2ാമത്തെ മോള് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം പഠിപ്പിക്കുന്ന കൃഷിയിലെ വരുമാനം. നമ്മൾ 2 പേരും നല്ലോണം കൃഷി ചെയ്യും. ഇനിയും കൂടുതൽ ഭൂമിയിൽ കൃഷി ചെയ്യാനും കൂടുതൽ പരീക്ഷണങ്ങൾ കൃഷിയിൽ നടത്താനുമൊക്കെയാണ് ബിന്ദുവിന് ആഗ്രഹം. നല്ല ഭക്ഷണം എന്നതാണ് കൃഷിയെ ജീവിതം തന്നെയായി കാണുന്നതിന്റെ കാരണമെന്ന് ഉറച്ചു പറയുന്നു ബിന്ദു. നമുക്കുണ്ണാനുള്ളത് നമ്മൾ ഉണ്ടാക്കുക, പറ്റും പോലെ മറ്റുള്ളവരെ ഊട്ടുക. ഈ സിമ്പിൾ കാഴ്ചപ്പാടാണ് പട്ടുവത്തെ ബിന്ദുവിൻ്റെത്. ആ കാഴ്ചപ്പാടിലൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ 50 ഏക്കർ നെൽകൃഷി സ്വന്തമായി ചെയ്യുന്ന തരത്തിലേക്ക് ബിന്ദു മാറുകയും കഴിഞ്ഞു. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.